മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവിടെ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാവും. ഇവർ അടിമകളായിരുന്നു. ഈ അടിമത്തത്തിന്റെ പേരാണ് മരണം. ഈ അടിമത്തത്തിൽ നിന്നാണ് അവരെ വിടുവിച്ചത്. അപ്പൊ എന്ത് തരം അടിമത്തത്തിൽ നിന്നാണ് അവരെ വിടുവിച്ചത്? അതിന്റെ ഉത്തരം ഗലാത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അവര് അടിമകളാണ്, അടിമത്തത്തിലാണ് അവർ ഇരിക്കുന്നത്. അത് ഗലാത്യലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബി ദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതിയുള്ള യെരുശലേം സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പൊ യെരുശലേമിനെ അടിമത്തത്തെ കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അത് തന്നെയാണ് ഗലാത്യലേഖനത്തിലും പറയുന്നത്. ഇതൊക്കെ AD 70 മുമ്പ് എഴുതപ്പെട്ടതാണ്. അതായത് യെരുശലേം തകർക്കപ്പെടുന്നതിന് മുമ്പ് എഴുതിയതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു എന്ന് ഗലാത്യലേഖനത്തിൽ എഴുതുന്നത്. ഇപ്പൊ യെരുശലേം തന്റെ മക്കളോടുകൂടെ അടിമത്തത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഈ ജനങ്ങളെ ഒരു നുകമാക്കി ന്യായപ്രമാണം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവപര്യന്തം മരണഭീതിയിലാണ് അവർ കഴിയുന്നത്. ആ മരണഭീതിയിൽ കഴിയുന്ന ഈ ജനങ്ങളുടെ നുകമായിട്ട് ന്യായപ്രമാണം ഇരിക്കുന്നു. അതുകൊണ്ട് മരണാധികാരിയായ പിശാച് എന്ന് പറയുന്നത് ആ യഹൂദ മതത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ മരണാധികാരിയായ പിശാചിനെയാണ് യേശു കർത്താവ് കുരിശിൽ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത്. കാരണം യഹൂദന്റെ ന്യായപ്രമാണം വ്യാഖ്യാനിച്ചാണ് യേശുവിനെ കുരിശിക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം ഇവൻ മരണത്തിന് യോഗ്യൻ എന്ന് പറഞ്ഞിട്ടാണ് കുരിശിക്കുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ വെച്ച് നമുക്ക് ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്താണ് മായ്ക്കപ്പെട്ടതെന്ന് കൊലാസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ ന്യായപ്രമാണം പ്രകാരം യേശുവിനെ ശിക്ഷ വിധിച്ചു. അതുകൊണ്ടാണ് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനിൽ ആ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അങ്ങനെ വിധിച്ച ശിക്ഷ 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അസാധുവായി മരണം പരാജയപ്പെട്ടു. അവിടെ ന്യായപ്രമാണം പരാജയപ്പെട്ടു. കാരണം മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്നാണ് പത്രോസ്ലീഹയുടെ പ്രസംഗത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം മരണം അവിടെ പരാജയപ്പെട്ടു. മരണത്തെ ജയിച്ച് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ന്യായപ്രമാണം അതിന്റെ ശക്തി തകർന്ന് തരിപ്പണമായി പോയി. അതുകൊണ്ട് പാപത്തിന്റെ ശക്തിയായ ന്യായപ്രമാണം അതാണ് മരണത്തിന്റെ വിഷമുള്ള എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ മരണത്തിന്റെ വിഷമുള്ള തകർന്നു, മനുഷ്യവർഗം സ്വതന്ത്രമായി. ആ മരണത്തിന്റെ വിഷമുള്ളിനെ പുതിയ രൂപത്തിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇസ്ലാം. അത് യേശു കർത്താവ് അടിച്ചൊടിച്ച പല്ലിനെ, ക്രിസ്ത്യാനിറ്റി നീക്കിക്കളഞ്ഞ പല്ലിനെ, യഹൂദന്റെ ആ വിഷമുള്ള മരണത്തിന്റെ വിഷമുള്ള പുതിയ രൂപത്തിൽ ഒടിഞ്ഞ പല്ലിനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മോഡേൺ ജൂയിഷ് റിലീജിയൻ ആണ്. അപ്പൊ ജൂയിഷ് റിലീജിയൻ റീലോഡഡ് ഇൻ എ ന്യൂ ബോട്ടിൽ. യാതൊരു വ്യത്യാസവും ഇല്ല. മോശയിക ന്യായപ്രമാണത്തോട് കിടപിടിക്കുന്ന തത്തുല്യമായ അതേ രീതിയിലുള്ള ഒരു ന്യായപ്രമാണമാണ് ഇസ്ലാം അവതരിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ക്രിസ്ത്യൻ ലോകവും ആ ന്യായപ്രമാണത്തോട് എന്ത് ചെയ്യാണ്? ആഭിമുഖ്യമുള്ളവരായി തീർന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിലും സമാനമായ നിയമങ്ങളെ കൊണ്ടുവന്ന് ഇതെല്ലാം ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യാസം തിരിച്ചറിയാൻ മേലാതെ പോയി. ലോയും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു ക്രിസ്ത്യാനിറ്റി തന്നെ വളരെ വിരളമാണ്. ഇനി ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ ജനങ്ങളെ അടിമകളാക്കി വെക്കാനും നിയന്ത്രിക്കാനും അവരെ ചൂഷണം ചെയ്യാനും നല്ലത് ന്യായപ്രമാണമാണ് എന്നറിഞ്ഞതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷക്കാരനായിരിക്കുന്നതാണ് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ, ഭീഷണിപ്പെടുത്താൻ, അവരെ മെതിക്കാൻ, അവരിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ഒക്കെ നല്ലത് ഈ ന്യായപ്രമാണമാണെന്ന് കണ്ടുകൊണ്ട് പറയാതെ പറഞ്ഞു എന്നതുപോലെ ആരും അറിയാതെ ന്യായപ്രമാണം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും ഇന്ന് തേർവാഴ്ച നടത്തുന്നത്. മരണമാണ് വാണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവനെ ആർക്കും പ്രദാനം ചെയ്തില്ല. അപ്പൊ ജീവനെ ആര് കാണിച്ചു തരും? ജീവവഴി ആര് പറഞ്ഞു തരും? അപ്പൊ ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ആ ജീവനിൽ വാഴണം എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. പക്ഷെ
ഇന്ന് മരണത്തിന്റെ ഇരുട്ടിന്റെ വഴികളിൽ തപ്പിത്തടയുന്നു എന്നുള്ള ഒരു ദുർഭകാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ലോകം സ്റ്റിൽ മരണത്തിന്റെ കീഴിലാണ്. അതാണ് മരണാധികാരിയായ പിശാച്. പുള്ളി ഇപ്പുറത്തൂടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ പിശാച് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിയററ്റിക്കലി നമ്മൾ പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ പിശാച് പരാജയപ്പെട്ടിട്ടൊന്നുമില്ല. പിശാച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായ പ്രിൻസിന് പിശാച് ആരാണ്? വേൾഡ് റിലീജിയൻസ് ആണ് പിശാച്.